Hello everyone. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പല വീഡിയോസിന് താഴെയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ പല സമയത്തും പറയാറുണ്ട് XandY ലേണിങ്ങിൻ്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ കോഴ്സാണ്. അതും ഹൈസ്കൂൾ സ്റ്റുഡൻസിന് 8th 9th 10th ക്ലാസ്സുകളിലെ സ്റ്റുഡൻസിനാണ്. അപ്പോൾ കുറേ ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് കോഴ്സ് ആണോ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളിലെ കാര്യങ്ങൾ അതിലൂടെ പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ NTSE പോലുള്ള എക്സാമുകൾക്കുള്ള കോച്ചിങ് ഇതിൽ ഉണ്ടായിരിക്കുമോ, അതുപോലെ എന്തൊക്കെയാണ് ഈ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ഇതിൽ ഓൺലൈൻ ക്ലാസ് മാത്രമാണോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ പലപ്പോഴും പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴും അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് ത്രൂ ഔട്ട് കാണുക. ഇതിലൂടെ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ബേസിക് ഐഡിയാസ് എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നതാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത് വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ട്യൂഷന് പോകാറുണ്ട് അല്ലെ, സ്കൂളിൽ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ട്യൂഷന് പോകാറുണ്ട്. എന്തിനാണ് നമ്മൾ ട്യൂഷന് പോകുന്നത്? സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഉഷാറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സാധാരണ സംഭവിക്കുക എന്താ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അതേ കാര്യം തന്നെ, അതേ സെന്റൻസ്, അതേ ക്വസ്റ്റ്യൻസ് അവിടെ ട്യൂഷനിൽ ഒരു വട്ടം കൂടി കേൾക്കും. അപ്പോൾ 2 പ്രാവശ്യം കേൾക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അവിടെ വലിയൊരു ഇമ്പാക്റ്റോ വലിയൊരു ചേഞ്ചസോ ഒന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ സ്കൂളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ പല ആളുകൾക്കും പല രീതിയിലാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് കേപ്പബിലിറ്റി ഉള്ളത്. ചില ആൾക്ക് ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് കേട്ടാൽ തന്നെ മനസ്സിലാവും, ചില ആൾക്ക് വീട്ടിൽ പോയിട്ട് കുറച്ചും കൂടി ഇരുന്ന് പഠിക്കേണ്ടി വരും, ചില ആൾക്ക് നോട്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. അങ്ങനെ പല ആളുകൾക്കും പല രീതിയിലാണ്. പക്ഷെ ഒരു ക്ലാസ് റൂമിൽ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഓരോ ആളുകൾക്കും കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലോട്ട് പോയാലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഇതുപോലത്തെ ഒരു ക്ലാസ് റൂം തന്നെയാണ് അവിടെ ഉള്ളത്, ഇതേ കണ്ടന്റ് തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. 2 പ്രാവശ്യം കേൾക്കുന്നു എന്നുള്ളതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ചേഞ്ചസ് ഒന്നും അവിടെ കൊണ്ടുവരുന്നില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഈ കണ്ടന്റ് നമ്മൾ പഠിപ്പിക്കും, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ അഡ്വാൻസ് ചെയ്തിട്ട് പഠിക്കും. അപ്പോൾ എന്തിനാണ് അഡ്വാൻസ് ചെയ്ത് പഠിക്കുന്നത്? നിങ്ങളുടെ ഡ്രീമുകളിൽ എത്താനുള്ള ഒരു ജേണിയുടെ ഒരു ഏർലി സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഡ്രീം ഉണ്ടാവും അല്ലെ, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പൈലറ്റ് ആവണം, കളക്ടർ ആവണം, അങ്ങനെ പല പല ഡ്രീമുകൾ ഉണ്ടാവും. സയൻസ് സ്ട്രീമിലുള്ള ഡ്രീമുകൾ ഉണ്ടാവും, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, പല ഫീൽഡിലുള്ള ഡ്രീമുകൾ ഉണ്ടാവും. പക്ഷേ ഈ ഡ്രീം വെറുതെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നതുകൊണ്ട് ഒരു കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പണ്ട് APJ നമുക്ക് എപ്പോഴും പറയുന്ന പോലെ, നമ്മളൊരു സ്വപ്നം കാണണം എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷെ ആ സ്വപ്നം വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോ കാണാൻ പറ്റും. നമ്മുടെ ഡ്രീം കിടക്കുന്ന എവിടെയാണ്? നമ്മുടെ മൈൻഡിലുള്ള ഡ്രീം. പക്ഷെ നമ്മൾ നിൽക്കുന്ന എവിടെയാണ്? ഇവിടെയാണ്. അതിലോട്ടുള്ള പാത്ത് എങ്ങനെ പോകണം, എന്തൊക്കെ പഠിക്കണം, എന്ത് എക്സാമാണ് എഴുതുന്നത്, ഏത് കോളേജിലാണ് പോകേണ്ടത്, ഇങ്ങനെ കുറച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങളെ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷെ അത് ഒരൊറ്റയടിക്ക് ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് പാത്ത് അല്ല അല്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനോട് ചെയ്യേണ്ടി വരും. ആ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ നേരത്തെ തന്നെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക, നിങ്ങളുടെ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് XandY ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന സിലബസിൻ്റെ കൂടെ, ആ സിലബസ് കവർ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിക്കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇവിടെ ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം പോകുന്നത്. അത് എങ്ങനെ കിട്ടുന്നത്, അതിൻ്റെ ഒരു മെന്റർഷിപ്പും കാര്യങ്ങളും അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഡ്രീമിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു ഫോട്ടോ നിങ്ങൾ പല മോട്ടിവേഷൻ ക്ലാസ്സുകളും കണ്ടിട്ടുള്ള ഫോട്ടോ ആയിരിക്കും. എന്താണ് സംഭവം? ഒരാൾ, 2 പേര് ഇവിടെ ഉണ്ട്, 2 പേരും എന്ത് ചെയ്യാണ്, ഇതുപോലെ ഡയമണ്ട് സെർച്ച് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇയാൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഒരുപാട് ഡിസ്റ്റൻസ് ഇയാൾ ഡിഗ് ചെയ്ത് വന്നു, ഇനിയും ഇയാൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു, ഇവിടെ എത്തിയപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ കുറച്ചും കൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അയാൾക്ക് വലിയൊരു പ്രഷർ, വലിയൊരു നിധി അവിടെ അയാൾ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇയാൾ എന്ത് ചെയ്തിട്ടില്ല, സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പലപ്പോഴും നമ്മൾ പല ആളുകൾക്കും പറ്റുന്ന ഇതാണ്. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മാത്സ് ഭയങ്കര ടഫായുള്ള സ്റ്റുഡൻ്റ് ആയിരിക്കും. ഈ ടഫായുള്ള സ്റ്റുഡൻറ്റ് ചിലപ്പോൾ സാധാരണ ട്യൂഷന് പോകും, അവിടുന്ന് ഒന്നും മനസ്സിലാവുന്നില്ല, സ്കൂളിൽ നിന്ന് മനസ്സിലാവുന്നില്ല, ഗൈഡുകൾ കുറേ വാങ്ങി, കുറേ കോച്ചിങ്ങിൻ്റെ കുറേ പുസ്തകങ്ങൾ വാങ്ങി, അതൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, ഫെഡപ്പാവും, അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഡെസ്പായിട്ടിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും നല്ലൊരു മോട്ടിവേഷനും ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇയാളെപ്പോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും, മുന്നോട്ട് പോകാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ളൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില ആളുകൾ ചെയ്യാറുള്ള കാര്യം,
ഒരു എന്തെങ്കിലും ചെറിയൊരു നിധിയുള്ള ഒരു സ്ഥലത്ത്, ഇപ്പോൾ വളരെ ചെറിയ എന്തെങ്കിലും, ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ചെറിയൊരു നിധി ഉണ്ട് വിചാരിക്കുക, ഒരു 1-2 ഡയമണ്ട്സ് ഉണ്ട് വിചാരിക്കുക, എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടാവും? അവിടെ പോയി ഡിഗ് ചെയ്യുന്നുണ്ടാവും. എല്ലാവരും അതിൻ്റെ പുറകിലാണ്. പക്ഷേ അതിനേക്കാളും വാല്യുബിൾ ആയിട്ടുള്ള, അതിനേക്കാളും ഹൈപ്പുള്ള, അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പുറത്തുണ്ടാവും. പക്ഷെ നമ്മളത് കാണൂല, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരാൻ എന്തുണ്ടാവില്ല? ആൾക്കാരുണ്ടാവില്ല. ആരെങ്കിലും ഒരാൾ നിങ്ങളോട് പറയാണ് ഇവിടെ എല്ലാവരും കൂടെ ഇവിടെ കുഴിക്കുന്ന നേരം നിങ്ങൾ ഇവിടെ ഒന്ന് കുഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാവുന്ന നിധി അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളോട് ഒരാൾ പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഇവിടെയുള്ള ഈ ഒരു നിധിയും കൂടെ കിട്ടുമായിരുന്നു. പക്ഷെ അത് പറഞ്ഞു തരാൻ ആളില്ല. നമ്മൾ ചെന്നപ്പോൾ 1-2 ആളുകൾ ഇവിടെ കുഴിക്കുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? അവരുടെ കൂടെ കൂടിയിട്ട് കുഴിക്കും. സാധാരണ അതിൽ സംഭവിക്കുന്നത് സൊസൈറ്റിയിൽ കുറച്ച് ആളുകൾ ഏതെങ്കിലും ഒരു കോഴ്സിന് പോകുന്നുണ്ട്, കുറച്ച് ആൾക്കാർ UK പോകുന്നുണ്ട്, ജർമ്മനി പോകുന്നുണ്ട്, MBBS പോകുന്നുണ്ട്, എഞ്ചിനീയറിംഗിന് പോകുന്നുണ്ട്. നമ്മൾ അത് കണ്ടിട്ട് എന്ത് ചെയ്യും? അതിന്റെ പുറകെ പോകും. പക്ഷെ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഡ്രീം എന്ന് പറയുന്ന നിധി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അതിലോട്ട് എങ്ങനെ എത്തണം, അതിലോട്ട് എങ്ങനെ പോകണം എന്ന് പറഞ്ഞു തരാൻ ചിലപ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നായിട്ടായിരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടാവും, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും, ഉറക്കം ഒഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ റോങ് പ്ലേസിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതെല്ലാം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ഒരൊറ്റ എക്സാമ്പിളും കൂടി ഞങ്ങൾ മുന്നേ കാണിക്കാം. ഓക്കെ, പലപ്പോഴും ഇലക്ഷൻ സമയത്തൊക്കെ നിങ്ങൾ കാണുന്ന ഒരു കാർട്ടൂൺ ഇതാണ്. എന്താണ് കാർട്ടൂണ്? ഇലക്ഷനിലുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് എപ്പോഴും ടോപ്പിൽ നിന്നുകൊണ്ട് നമ്മളെ ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ വളരെ ഘോരഘോരമായുള്ള സ്പീച്ചുകൾ പറയാറൊക്കെ ഉണ്ട് അല്ലേ? പക്ഷെ അവരുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരെ ഉയർന്നു നിൽക്കുന്നത് അപ്പുറത്ത് ഹിഡൻ ആയിട്ട് നിൽക്കുന്ന വലിയൊരു ഓഡിയൻസ് അവരുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് അല്ലെ? ഇവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇവരവിടെ ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ക്രൗഡിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരൊറ്റ ആള്, അതായത് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള ഒരു എക്സ്പെർട്ട് ഞാൻ പറയാം, ഒരൊറ്റ ആൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഒരു മാസ് ഓഡിയൻസിന് എന്ത് ചെയ്യാണ്? അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാണ് പല ആളുകളും. ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ചിലപ്പം അവർ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് ഒരു പെട്ടെന്നൊരു ഫാന്റസി ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം. അതായത് ഇപ്പം നമ്മൾ പറയുകയാണ് നാളെ തന്നെ നിങ്ങൾക്ക് ഫുൾ A+ വാങ്ങിത്തരാം, ഈ ഒരൊറ്റ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഇങ്ങനെയുള്ള വലിയ വാഗ്ദാനങ്ങൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? സ്വാഭാവികമായിട്ടും മാസസ് ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ മാസസ് ഇതുപോലെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന പോലെ നമ്മളും അതിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇത്രയും വലിയ ഈ ക്രൗഡിന്റെ ഉള്ളിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ആ ആക്ച്വൽ റിസൾട്ട് ഉണ്ടാവുന്നുള്ളൂ. ആ ഒരൊറ്റ വീഡിയോ കണ്ട് ഫുൾ മാർക്ക് കിട്ടുന്നവരല്ല ആക്ച്വലി ഉള്ളത്. കുറെ കാലങ്ങളായിട്ട് അവർ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഫുൾ മാർക്ക് കിട്ടുന്നത്. ആ വീഡിയോയും കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിന് മുന്നേയും വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വിചാരിക്കും എന്താ? ആ ഒരൊറ്റ വീഡിയോ കണ്ടതുകൊണ്ട്, ആ ഒരൊറ്റ ലൈവ് ക്ലാസ് കണ്ടതുകൊണ്ട്, ആ ഒരൊറ്റ മാരത്തോൺ ലൈവ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത്? ഫുൾ A+ കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ എങ്ങനെയാണോ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൂടെയുള്ള, അല്ലെങ്കിൽ നമ്മളടക്കമുള്ള ജനങ്ങളെ എങ്ങനെയാണോ മാനിപ്പുലേറ്റ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെയുള്ള ഒരു ഇൻഫ്ലുവൻസിങ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ക്രൗഡിന്റെ അകത്ത് നിന്ന് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ സക്സസ്സിൽ എത്താൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ പിരിഞ്ഞു പോവുക മാത്രമാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നിൽക്കുന്ന, വളരെ ബ്ലൈൻഡ് ആയിക്കൊണ്ട് എന്താണെന്ന് അറിയാതെ വെറുതെ ഒരു ഹീറോയിസം പോലെ, അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ഫാന്റസി വേൾഡ് പോലെ ആരെയും ഫോളോ ചെയ്യരുത്. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്ത് ചെയ്യാൻ ചോദിച്ചാല്, നിങ്ങളുടെ പാത്ത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫൗണ്ടേഷൻ കോഴ്സ് എന്താന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് എന്തായിരുന്നു? നിങ്ങളുടെ ഡ്രീമിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ മുന്നേ ഉണ്ടാവുന്ന പല സിറ്റുവേഷൻസ്, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പല സിറ്റുവേഷൻസാണ് നിങ്ങൾക്ക് കാണിച്ചത്. ഇടയിൽ പോയിട്ട് തളരുന്ന ആളുകൾ, അല്ലെങ്കിൽ എവിടെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരുപാട് എഫേർട്ട് ഇടുന്ന ആളുകൾ, അതുപോലെ തന്നെ പല ആളുകളും പറഞ്ഞത് കേട്ടിട്ട് അവരുടെ ബിസിനസ് തന്ത്രങ്ങളിൽ വീണ് പോകുന്ന ആളുകൾ, ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലും വന്നിട്ട് ഏതാണ് നമ്മുടെ റൈറ്റ് പാത്ത് എന്ന് അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റക്കായി പോകും. സോ നമുക്ക് ആ പാത്ത് സെലക്ട് ചെയ്യുന്നിടത്ത് പാളിപ്പോയാൽ, അവിടെ നമ്മൾ തെറ്റിപ്പോയാൽ, പിന്നീട് നമ്മൾ എത്ര ട്രാവൽ ചെയ്തിട്ട് എന്താ കാര്യം? എത്ര ഫ്യൂവൽ ബേൺ ചെയ്തിട്ട് എന്താ കാര്യം? നമ്മൾ ട്രാവൽ ചെയ്യുന്നത് റോങ് റൂട്ടിലാണ്. സോ നമ്മുടെ റൂട്ട് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഒരിക്കലും +1 +2 കഴിഞ്ഞിട്ടല്ല. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഓൾറെഡി ട്രാവൽ ചെയ്ത് തുടങ്ങി. പിന്നീട് U-turn എടുത്ത് വരിക എന്നുള്ളത് എന്തല്ല, ലൈഫിൽ പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഹൈസ്കൂൾ മുതലാണ്. ഹൈസ്കൂൾ ക്ലാസ് മുതൽ തന്നെ നമുക്ക് പല കരിയറുകളെ കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കണം. അതിൽ ഏതാണ് നിങ്ങൾക്ക് പറ്റുക? നിങ്ങളുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ ഫീസിബിൾ ആയിട്ടുള്ള ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഏതിനോടാണ്, അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ക്ലിയർ ആയിരിക്കണം. അങ്ങനെ ക്ലിയർ ആകണം എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യമൊന്നുമല്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആൾക്കാർ വേണം. ഓരോ സംഭവങ്ങളെ കുറിച്ചിട്ടും ക്ലിയർ ആയിട്ട്, നിങ്ങൾ ഇന്ന കോളേജിൽ പോയാൽ ഇന്ന ജോലി കിട്ടും, ഇന്ന ജോലി
ജോലി കിട്ടി കഴിഞ്ഞാൽ അവിടെ ഇതൊക്കെയാണ് ചെയ്യാനുണ്ടാവുക, ഇത്ര രൂപ സാലറി കിട്ടും, ഇന്ന സ്ഥലങ്ങളിലായിരിക്കും വർക്ക് ഉണ്ടാവുക, ഇതൊക്കെ എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ആ ജോബിന് നമ്മൾ പോയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഡ്രീം സെറ്റ് ചെയ്യാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രീമിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും കോളേജുകളിൽ പോവാ പഠിക്കുക. പക്ഷെ അത് ഏത് കോളേജുകളിൽ? സാധാരണ നാട്ടിലെ കോളേജുകളാണോ? അല്ല, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് IITകൾ, NITകൾ, എയിംസ്, ജിമ്മർ, ഐസർ, നൈസർ, IIC, IIST, ഇങ്ങനെ ഇന്ത്യയിലുള്ള സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിച്ചിട്ട് നിങ്ങൾ ഡ്രീമിൽ എത്തുകയാണ് എങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും, നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും, നിങ്ങൾ ഡ്രീം ചെയ്തതിനേക്കാളും അപ്പുറത്തുള്ള വണ്ടർഫുൾ ലൈഫായിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അത്രയും നല്ല എക്സ്പോഷർ കിട്ടുന്ന സ്ഥാപനങ്ങളിലോട്ട്, കോളേജുകളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ഏർലി പ്രിപ്പറേഷൻസ്. നമ്മുടെ 8th, 9th, 10th ക്ലാസ്സുകൾ മുതൽ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എൻഷുർ സ്ട്രോങ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ബേസിക് കാര്യങ്ങൾ എന്നുള്ളതല്ല, ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെ എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ റെഡി ആക്കിക്കൊണ്ട് ഹൈസ്കൂളിൽ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചാർട്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലെ, ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ചാർട്ടിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഡ്രീം സെറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ, കോമ്പറ്റേറ്റീവ് എക്സാംസുമായിട്ട് ഫെമിലിയർ ആവാൻ, കരിയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പോഷേഴ്സ് കിട്ടാൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാലം ഭയങ്കരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ചാറ്റ് GPT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇങ്ങനെ ഭയങ്കരമായിട്ട് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെ ക്ലാസ്സിൽ വന്നുകൊണ്ട് ടീച്ചർ ചോക്ക് ബോർഡിൽ എഴുതി പഠിപ്പിക്കണം എന്നൊരു നിർബന്ധമില്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളൊക്കെ അതിനും അപ്പുറത്തേക്കുള്ള ടെക്നോളജികൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഓൺലൈൻ മോഡ് തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ അത് കംപ്ലീറ്റ്ലി റെക്കോർഡ് ക്ലാസ് അല്ല, റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും ഉണ്ടാവുക. ഈ റെക്കോർഡ് ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. XandY Learningന്റെ ആപ്പിൽ കാണാൻ പറ്റും. വളരെ ഷോർട്ട് ക്ലാസ്സുകളായിരിക്കും, 5 minutes, 10 minutes, 15 minutes മാത്രം ലെങ്ത് വരുന്ന ഷോർട്ട് ക്ലാസ്സുകളായിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫുൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് ആപ്പിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു 5 minutes 10 minutes വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ആപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സ്മോൾ കണ്ടന്റ് വീഡിയോ കഴിഞ്ഞാൽ, സ്മോൾ കണ്ടന്റ്സ് റെക്കോർഡ് വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ആനുവൽ എക്സാമിനോ ക്വാർട്ടർലി എക്സാമിനോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് അവിടെ തന്നെ ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിനുശേഷം അതിന്റെ ലൈവ് ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ Zoom വഴി ലൈവ് ക്ലാസ്സുകൾ നടക്കും. ഓരോ ചാപ്റ്ററും ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ഇതെല്ലാം എന്താണ് ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ലീഡർ ബോർഡ് ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഓരോരുത്തർ എത്രമാത്രം ക്ലാസ്സുകൾ കണ്ടു, എത്രമാത്രം എക്സാമുകൾ അറ്റൻഡ് ചെയ്തു. നമുക്ക് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ പോലെ ബെസ്റ്റ് സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നമുക്കൊരു അനാലിസിസ് കിട്ടും. നമ്മൾ എത്ര ക്ലാസ്സുകൾ കണ്ടു, ഇനി എത്ര കാണാനുണ്ട്, എത്ര കൂടി നമ്മൾ കുറച്ച് കൂടുതൽ നേരം പഠിക്കേണ്ടി വരും, ഇനി കുറച്ച് നേരം പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണ് ടഫ്. നമുക്ക് പല ആളുകൾക്കും അറിയാത്തൊരു സംഭവമാണ് അല്ലേ, നമുക്ക് എങ്ങനെ ടഫ് മെഷർ ചെയ്യാന്നൊക്കെ ഉള്ളത്. അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് തരും. ഈ അനാലിസിസ് എല്ലാം വെച്ചുകൊണ്ട് നിങ്ങളെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ ഒരു വീഡിയോ നമ്മുടെ XandY Learningന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മ പറഞ്ഞ മെന്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് മെന്റർഷിപ്പ് എന്താണ് എന്നുള്ളത് പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു 5 minutes അല്ലെങ്കിൽ 6 minutes ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ ആ വീഡിയോ ഇതിന്റെ ഒരു ഐ ബട്ടൺ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മളോട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അത് ആ വീഡിയോ എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോക്ക് ശേഷം കാണണം. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മെന്റർഷിപ്പ് എന്താണ്. നിങ്ങൾ ഓരോ ആൾക്കും പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങളെ ഡീമോട്ടിവേറ്റ് ആവുന്ന സമയത്ത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അത് റെഡിയാക്കാൻ, ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്, അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ അസിസ്റ്റൻസ് വേണോ, നിങ്ങൾക്ക് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിലെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണൽ മെന്റർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അല്ലാതെ ഒരു ക്ലാസ്സിന് മൊത്തത്തിലല്ല നമ്മൾ മെന്റർഷിപ്പ് കൊടുക്കുന്നത്. ഓരോ സ്റ്റുഡന്റിനും ഇൻഡിവിജ്വലാണ് എന്ത് ചെയ്യുന്നത്, മെന്റർഷിപ്പ് കൊടുക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല പാരന്റ്സിന്, ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ പാരന്റ്സ് ഉണ്ടെങ്കിൽ, പാരന്റിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സയൻസ് ആണ്. അതായത് നമ്മുടെ സ്റ്റുഡൻസിനെ എങ്ങനെ നമ്മൾ, അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവരുടെ ഓരോ ഏജ് മാറുന്നതിനനുസരിച്ചിട്ട് അവരെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്, അവരുടെ എങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും പാരന്റ്സിന് കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് പാരന്റ്സിന് നമ്മൾ ക്രിങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള എക്സ്ക്ലൂസീവ് പാരന്റിങ് സെഷൻസ് ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്ന ഒരു വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഐ ബട്ടണിൽ കാണാം. ആ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ എന്താണ് പാരന്റിങ് സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് വർക്ക് ബുക്കുകൾ
ഞാൻ പറഞ്ഞു നമ്മളിതിൽ ജോയിൻ ചെയ്യുന്ന കംപ്ലീറ്റ് സ്റ്റുഡൻസിനും ടെക്സ്റ്റ് ബുക്കും വർക്ക് ബുക്കും അടങ്ങുന്ന ഒരു വെൽക്കം കിറ്റ് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ ആ വെൽക്കം കിറ്റിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു, വെൽക്കം കിറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്തൊക്കെയാണുള്ളത് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കുകൾ എങ്ങനെയാണുള്ളത് എന്ന് അറിയണമെങ്കിൽ അതിന്റെ വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡഡ് ആണ്. മാത്സിന്റെ ഞാനും ഫിസിക്സിന്റെ ഷെഫീർ സാറും ഇതുപോലെ തന്നെ ബയോളജിയുടെ ബാസിൽ സാറും കെമിസ്ട്രിയുടെ നിയാസറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള XandYയുടെ സ്വന്തം ടെക്സ്റ്റ് ബുക്കുകളും വർക്ക് ബുക്കുകളുമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂൾ സിലബസിന്റെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും അതിന്റെ കൂടെ നമ്മൾ അവൈലബിൾ ആക്കുന്നത്. മാത്രമല്ല നമ്മളൊരു ബേസിക് മാത്ത് കോഴ്സ് ഉണ്ട്, നമ്മൾ സ്റ്റുഡൻസിന് ഫീ വാങ്ങിക്കൊണ്ട് തന്നെ കൊടുക്കുന്ന കോഴ്സാണ്. അപ്പോൾ ആ കോഴ്സ് നമ്മുടെ ഫൗണ്ടേഷനിൽ വരുന്ന സ്റ്റുഡൻസിന് ആദ്യം തന്നെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കും. ഓക്കെ, ₹1 പോലും വാങ്ങാതെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആ കോഴ്സിനകത്ത് ഉള്ളത്, എന്തൊക്കെയാണ് കവർ ചെയ്യാന്നുള്ള കാര്യങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 6 മാസം മുന്നെയാണ് ചെയ്തത്. ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബേസിക് മാത്തിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു രീതിയിലുള്ള ഒരു കംപ്ലീറ്റ്ലി ബ്ലെൻഡഡ് ലേണിംഗ് അപ്രോച്ചിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ആക്ച്വലി നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ഡൗട്ടുള്ള ആളുകൾക്ക് ആ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാര്യം വളരെ സിമ്പിളാണ്, നമുക്ക് പഠിക്കാൻ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് മറ്റ് സ്റ്റുഡൻസ് പഠിക്കുന്നതിൽ നിന്ന് കുറച്ച് എക്സെപ്ഷണൽ ആയിക്കൊണ്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് നമ്മൾ പഠിക്കാൻ പറ്റിയാൽ, നമ്മൾ പഠിക്കുന്നുണ്ട് എങ്കിൽ അവിടെയാണ് നമുക്കൊരു ഡിഫറൻസ് മേക്ക് ചെയ്യാൻ പറ്റുക, അല്ലെ? ഇത്രയും കോമ്പറ്റീറ്റീവ് ആയുള്ള ഒരു വേൾഡിൽ എല്ലാവരും പോകുന്ന വഴി നമ്മൾ പോകുന്നു, എല്ലാവരും പഠിക്കുന്നത് നമ്മൾ പഠിക്കുന്നു, എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു. പിന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള ഒരു സംഭവത്തിന് അവിടെ ഒരു സ്കോപ്പ് ഇല്ല. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്ന് എക്സെപ്ഷണൽ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ അവരെക്കാളും റാങ്ക് മുകളിലാക്കാൻ വേണ്ടിയിട്ട് മാറ്റം വരുത്തുന്ന അല്ലെങ്കിൽ ചേഞ്ച് വരുത്തുന്ന ഒരു കാര്യം അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അതിലൊരു ചേഞ്ച് വരണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വരണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് മൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ളത്. സോ ആ രീതിയിൽ ആലോചിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ, സയൻസ് സ്ട്രീമിൽ നല്ല രീതിയിലുള്ള ഒരു ഫ്യൂച്ചർ സ്വപ്നം കാണുന്നവരുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമായിക്കൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള കോഴ്സ് അല്ല. ഞാൻ പറഞ്ഞതുപോലെയുള്ള ഡ്രീം ഉള്ളവർക്കും സയൻസ് സ്ട്രീമിൽ ഈ രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെയുള്ളവർ മാത്രം എന്ത് ചെയ്താൽ മതി, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ കോഴ്സിനെ കുറിച്ച് എൻക്വയറി ചെയ്താൽ മതി എന്ന് നമ്മൾ പറയാം. എല്ലാവരും ഈ കോഴ്സോട്ട് വരണമെന്ന് ഒരു നിർബന്ധമില്ല. നന്നായിട്ട് വരയ്ക്കാൻ ഇഷ്ടമുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ ഒരിക്കലും ഫൗണ്ടേഷൻ കോഴ്സ് എടുക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആ വരയ്ക്കണം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ അതൊരു കരിയർ ആക്കി ചൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ രീതിയിലാണ് പോകേണ്ടത്. പക്ഷെ വരയ്ക്കാനും ഇഷ്ടമാണ്, സയൻസും ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ആണ് ഇതിലോട്ട് വരേണ്ടത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഈ സയൻസ് സ്ട്രീമിലോട്ട് വരുന്നില്ല. അല്ലെങ്കിൽ സയൻസ് എന്നുള്ളത് മാത്രമല്ല, സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, ഒരു സിവിൽ സർവൻ്റ് ആണോ, IAS കാരനാണോ, അങ്ങനെ സ്ട്രീമുകളൊക്കെ പറ്റുന്നവർക്ക് എന്താണ് ഫൗണ്ടേഷൻ കോഴ്സ് ഓക്കെയാണ്. പക്ഷെ ഇതൊന്നും അല്ലാതെ കംപ്ലീറ്റ്ലി ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ പോകണം താല്പര്യമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു സിനിമ ഡയറക്ഷൻ ഇഷ്ടമുള്ള ഒരാളാണ്, അങ്ങനെ ഒരിക്കലും ഇനി ഈ ഒരു ഫീൽഡിലോട്ട് വരില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിലോട്ട് എന്ത് ചെയ്യാം, പോകാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഫ്യൂച്ചറിലെങ്കിലും ഇതിലോട്ട് വന്നേക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് വന്നേക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആശങ്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കാണാവുന്നതാണ്. സോ എല്ലാവരെയും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമ്മുടെ XandY ഫാമിലിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഇതൊരു കോഴ്സ് അല്ല, ഇതൊരു ഫാമിലിയാണ്. നിങ്ങൾക്കൊരു നെക്സ്റ്റ് 1 ഇയർ ത്രൂ ഔട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പൺ ആയിക്കൊണ്ട് തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന, ഓപ്പൺ ആയിക്കൊണ്ട് വളരെ കൂളായി പഠിക്കാൻ പറ്റുന്ന ഒരു ഫാമിലിയിലോട്ടാണ് ഞങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഈ ഒരു കോഴ്സിന്റെ ഒരു ബേസിക് ഐഡിയാസ് പറയാനുള്ളത്. കൂടുതൽ ഇൻഫർമേഷൻ അറിയേണ്ടവർക്ക് ഞാൻ പറഞ്ഞ പോലെ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.